നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നിന്റെ ചേച്ചിയെ നീ ജയിപ്പിക്കണം. അത് പറയാനും കൂടിയാ ഞങ്ങളിപ്പോ വന്നത്. അത് നീ ചെയ്യണതേ. അനുപമ ഈ ഇലക്ഷനിൽ ജയിച്ചില്ലെങ്കിൽ നീ സുശീലയ്ക്ക് ആ സീറ്റ് നഷ്ടപ്പെടുത്തിയതിന് ഒരർത്ഥവും ഇല്ലാതായി പോകും. അല്ലേ ശൗരി? അതെ അതെ അതെ. അല്ല, നിന്റെ മികവേ അതിനും കൂടി ഒന്ന് കാണിക്കുന്നതേ. അതല്ല, എന്നെ പുകഴ്ത്തിപ്പാടിയ അനുപമയെ വിജയിപ്പിക്കരുതെന്നും പറഞ്ഞ് നീ വീണ്ടും പോസ്റ്റ് ഇടുവോ? അത് നീ ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം. നിന്റെ ശത്രു ഞാൻ മാത്രമാണല്ലോ. തൽക്കാലം ശത്രുത മറന്ന് നമുക്ക് ഇലക്ഷനിലങ്ങ് ജയിക്കാം. എന്താ? അത് കഴിഞ്ഞ് നമുക്ക് തമ്മിൽ മുട്ടാൻ സമയവും സാഹചര്യവും ഒക്കെ ഉണ്ടാവും ദയേ. ആയിക്കോട്ടെ, അതിലൊന്നും ദയ പിന്നോട്ടല്ല. പിന്നെ പ്രചരണത്തിന് ഇറങ്ങണമെന്നുള്ള കാര്യം ഞാൻ ആലോചിച്ചിട്ട് പറയാം. ആയിക്കോട്ടെ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി വാസന്തിയുടെ തീരുമാനം എന്താണെന്ന് ചോദിക്കൂ സുമാരി. വാസന്തി, നാളെ മുതൽ പ്രചരണത്തിന് ഇറങ്ങുമെന്ന് പ്രസിഡന്റിനോട് ഞാൻ പറയട്ടെ, അതോ വാസന്തി നേരിട്ട് പാർട്ടിക്ക് വിശദീകരണം കൊടുക്കുവോ? വേണ്ട, ഞാൻ നാളെ മുതൽ ഇറങ്ങിക്കൊള്ളാം. എന്നാ പിന്നെ ശരി, നമുക്കിറങ്ങാം സുമാരി. അപ്പൊ പിന്നെ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ രാമനാഥ് സാറേ. അയ്യോ, ഒന്നും കഴിക്കാതെ. അയ്യോ വേണ്ട വേണ്ട, ഞങ്ങൾക്ക് വേറെ ഒന്നിനടുത്ത് കയറാനുണ്ട്. അപ്പൊ ശബരി, ഓക്കെ, പോയിട്ട് വരാം. വാസന്തി, ഇനി സുശീലാന്റിക്കെതിരെയുള്ള പോസ്റ്റ് നീ പിൻവലിക്കോ? ഇല്ല, അവര് വീണ്ടും എന്നോട് അംഗം കുറിച്ചിരിക്കല്ലേ. അവരെ തുറന്നു കാട്ടാനുള്ള ഏത് അവസരവും ഞാൻ ഇനി ഉപയോഗപ്പെടുത്തും. അതെ, അതിന്റെ പേരിൽ അനുചയിച്ച് തോറ്റാലും എനിക്കൊരു പ്രശ്നവുമില്ല. ഈ പട്ടിയുടെ വാല് കൊടലിലിട്ട് നിവർത്താൻ ശ്രമിച്ച അത് നിവരത്തില്ല ശബരി. ഐക്യത്തിന് ഇന്ത്യയുടെ സഖ്യം.